അഭിപ്രായം അങ്ങനെയാണ്. ശ്രീ റെജീനയാണ് പാലക്കാട് നിന്നും. ശ്രീമതി റെജീന, താങ്കൾ ഈ ബഡ്ജറ്റിനെ എങ്ങനെയാണ് വിലയിരുത്തുന്നത്? പ്രത്യേകിച്ച് സ്ത്രീകളുടെ വിഷയത്തിലൊക്കെ കുറെ പ്രാധാന്യം നൽകിയിട്ടുണ്ടതിൽ അതുകൊണ്ട് തൃപ്തിയാണോ, അതോ അതിനപ്പുറത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടാവേണ്ടിയിരുന്നോ? സർ, ഗുഡ് ഈവനിങ് സർ. ഗുഡ് ഈവനിങ്. നേരത്തെ വിളിച്ച ഷാജി പറഞ്ഞ അദ്ദേഹം ഈ കേരളത്തിലൊന്നും അല്ല ജീവിക്കണമെന്ന് തോന്നുന്നില്ല സർ. പുഴുവരിച്ചരി എന്നൊക്കെ പറയണത് കേട്ട് സ്കൂളിലടക്കം ബിരിയാണി ഓരോ ഫുഡുകൾ നമ്മൾ ഈ റേഷൻ കടത്തെ സ്കൂൾ അരി റേഷൻ കടത്തെ അരിയൊക്കെ ഏകദേശം ഒരേ സെയിം അരി തന്നെ കൊടുക്കുന്നത്. ഇയാൾക്ക് ആരാണ് പുഴുവരിച്ച അരി കൊടുക്കുന്നതെന്ന് റിപ്പോർട്ട് ചെയ്യണം. അത് എന്റെയും കൂടെ ഒരു ആവശ്യമായിട്ട് തന്നെ കണക്കാക്കിക്കോളൂ. ന്യൂസ് 18 ചാനൽ അതിന്റെ ഏറ്റെടുക്കണം. അവരേത് റേഷൻ കടയാണ്, അത് എവിടെ നിന്നാണ് അവർ വാങ്ങിക്കുന്നത്, അത് അവർക്ക് അങ്ങനെ ഒരു സംഭവം നടന്നിട്ടുണ്ടോ എന്ന് അന്വേഷിക്കായിരുന്നു. പിന്നെ ഞാനിപ്പോ പറയാം, നിങ്ങൾ ഈ ചോദ്യം ഉണ്ടല്ലോ ബജറ്റ് വോട്ടാകുമോന്ന്, അത് എനിക്ക് പറയാനുള്ള കാര്യം, നിങ്ങൾ തീരെ ചിന്തിക്കാതെയാണ്. ഞാൻ ചാനലിനെ കുറ്റം പറയല്ല സാർ, ഈ സ്ഥാപനത്തിന് താല്പര്യം കൂടി പരിഗണിച്ചാവും ചിലപ്പോൾ അത് വന്നിട്ടുണ്ടാവുക. ജനങ്ങൾ സ്വാഗതം ചെയ്യുന്നു ഈ ബജറ്റിനെ. ഇത്രയും വികസന പ്രവർത്തനങ്ങൾ എന്താണ് അതിലൊരു തെറ്റ്? സ്വാഭാവികമായും തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് അവതരിപ്പിക്കുന്ന ഒരു ബജറ്റ് ഏത് സർക്കാരും അവർ അടുത്ത തെരഞ്ഞെടുപ്പിൽ വിജയിക്കണമെന്ന ആഗ്രഹത്തിൽ തന്നെയാണ്. ബാലോവല തുറന്നു പറയുകയും ചെയ്തത് ഞങ്ങൾ 3-ാം ഊഴം പ്രതീക്ഷ തന്നെയാണ് ഞങ്ങൾ നിൽക്കുന്നത് എന്ന് തുറന്നു പറയുകയും ചെയ്തത്. അത് തുറന്നു പറഞ്ഞാലും ഇല്ലെങ്കിലും ആ യാഥാർത്ഥ്യത്തെ അറിയുന്നതിന് ഏതെങ്കിലും അധിക ബുദ്ധിയൊന്നും വേണ്ട. അതിലെന്താണ് ഒരു തെറ്റ്? സാർ പറയുന്നത് ശരി. എനിക്ക് പറയാനുള്ള കാര്യം കൂടി ഒന്ന് പറഞ്ഞു തീർക്കട്ടെ. ഞാൻ ഇത്ര സാമ്പത്തിക ബുദ്ധിമുട്ട് നമുക്ക് ഉണ്ടായിട്ടും ഇന്ത്യയിൽ ഏത് സംസ്ഥാനമാണ് ഇത്രയും വികസന പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുള്ളത്? സാർ ഒന്ന് പറയും. കാണാൻ കഴിയില്ല. ബജറ്റ് പറഞ്ഞ സ്വാഭാവികമായിട്ടും നമ്മൾ ഒരു ഗവൺമെന്റ് കാഴ്ചപ്പാടാണ്. അടുത്ത തവണ ഈ പറയുന്നവന്മാരുടെ കാര്യങ്ങളല്ല, അടുത്ത തവണ എന്തായാലും LDF ഉറപ്പായിട്ടും ഭരണത്തിൽ വരുന്ന യാതൊരു തർക്കവുമില്ല. കഴിഞ്ഞ 10 വർഷം ബജറ്റ് പ്രഖ്യാപിച്ച കാര്യങ്ങൾ തന്നെയാണല്ലോ സാർ അവർ നടപ്പിലാക്കി വരുന്നത്. അതിലൊന്നും ആർക്കും കുറ്റം പറയാൻ. ഇപ്പൊ എന്റെ ഭർത്താവ് ഒരു ഓട്ടോ ഡ്രൈവറാണ്. ഗ്രൂപ്പ് ഇൻഷുറൻസ് എന്ന് പറഞ്ഞ സംഭവം ഇവിടെ ഇപ്പോ ബജറ്റിൽ കൊണ്ടുവന്നിട്ടുണ്ട്. അത് എന്നെ പോലുള്ള ആളുകൾക്ക് ഒരുപാട് ഹെൽപ്പ് ചെയ്യുമായിരിക്കും ചിലപ്പോൾ. അത് ഉറപ്പാണ്. അതൊക്കെ ഇത്തരത്തിലുള്ള ചോദ്യങ്ങള് അടുത്ത LDF ഭരണം ഉറപ്പാണ്. പ്രകടന പത്രികയിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെല്ലാം നല്ല വൃത്തിയായി ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട് LDF സർക്കാരിന്. അതുകൊണ്ട് 100-ൽ 110% ഞങ്ങൾ LDF അടുത്ത ഭരണം LDF വരാൻ വേണ്ടി ഞങ്ങൾ കാത്തിരിക്കുന്നു. ഒരുപാട് നല്ല പ്രവർത്തനങ്ങൾ ഇനിയും ഈ ഭരണത്തിന് ഗവൺമെന്റ് ചെയ്യാൻ കഴിയട്ടെ എന്ന് ഞങ്ങൾ ആശംസിക്കുന്നു. എല്ലാ അഭിവാദ്യങ്ങളും LDF ഭരണത്തിന്. ശ്രീമതി ജയാണ് കൊല്ലത്ത്. ശ്രീമതി ജയ, താങ്കൾ ഈ റെജീനയുടെ അഭിപ്രായത്തോട് യോജിക്കില്ല എന്നറിയാമെങ്കിലും താങ്കളുടെ അഭിപ്രായം എന്താണ്? ഒരിക്കലും യോജിക്കത്തില്ല. അത് ഇടതു മുന്നണിക്ക് വോട്ടാകത്തതുമില്ല ഈ ബഡ്ജറ്റ്. ഇത് സാധാരണക്കാർക്ക് എന്തെങ്കിലും ഒരു പ്രയോജനം ഉണ്ടോ കിരണേ? നിങ്ങള് സാമ്പത്തികമായിട്ടൊക്കെ ഉള്ളവർക്ക് ഓക്കെ ആയിരിക്കും. ഞങ്ങളെ പോലുള്ള പാവപ്പെട്ട ആൾക്കാർക്ക് ഇതിലൊന്നും ഒരു പ്രയോജനം ഞാൻ കണ്ടില്ല. ഈ സാധനങ്ങളുടെ വിലയൊക്കെ ഒന്ന് നിർത്തി തരാൻ എന്തായിരുന്നു? ഞാൻ അതും പ്രതീക്ഷിച്ച് രാവിലെ മുതൽ ടിവിയുടെ മുമ്പിലിരിക്കുക. ഒരക്ഷരം അതിനെ പറ്റി പറഞ്ഞില്ല. പിന്നെ 1254 ദിവസം സെക്രട്ടേറിയറ്റ് നടയിൽ കിടന്ന പെണ്ണുങ്ങൾക്ക് 33 രൂപ. അവര് ചോദിച്ചത് 100 രൂപയാ. ഇതൊക്കെയാണോ ഭയങ്കര ബഡ്ജറ്റ്? ഇതൊക്കെ ചുമ്മാ ഒരു തരിയുടെ ബഡ്ജറ്റാണെന്നാണ് എന്റെ അഭിപ്രായം. ശരി, ശ്രീമതി ജയയുടെ അഭിപ്രായം അങ്ങനെ. ശ്രീ ശശിധരനാണ് വയലാറിൽ നിന്നാണ്. ശ്രീ ശശിധരൻ, താങ്കൾ എങ്ങനെയാണ് പ്രത്യേകിച്ച് വയോജനങ്ങൾക്കൊക്കെ ഒരു കൂടുതൽ പ്രാധാന്യമുള്ള അല്ലെങ്കിൽ വയോജനങ്ങളുടെ താല്പര്യങ്ങൾ കൂടി പരിഗണിക്കുന്നൊരു ബഡ്ജറ്റാണ് എന്നാണ്, എൽഡർലി ബഡ്ജറ്റ് എന്നുകൂടിയാണ് ഇന്ന് ധനമന്ത്രി വിശേഷിപ്പിച്ചത്. താങ്കൾ അതിനെ ഏത് തരത്തിലാണ് കാണുന്നത്? നമസ്കാരം. നമസ്കാരം. എനിക്ക് റെജീനയോടാണ്. കക്ഷി കേൾക്കുന്നുണ്ടെങ്കിൽ ഒന്ന് കേൾക്കണം. കാരണം പുള്ളിക്കാരത്തെ ഒരു കാര്യം പറഞ്ഞു. ഈ ഒന്നാമത്തെ കാര്യം, എന്തിനാണ് ഇത്ര അസഹിഷ്ണുത എന്ന് എനിക്ക് ചോദിക്കാനുള്ളത്. ഈ വിഷയം ചർച്ച ചെയ്ത് ജനങ്ങളുടെ അഭിപ്രായം അറിയാനല്ലേ പൊതുവേദി എന്നുള്ള പരിപാടിയിൽ ഈ വിഷയം ഉൾപ്പെടുത്തിയത്. പിന്നെ രണ്ടാമത്തെ കാര്യം, ആ സഹോദരി പറഞ്ഞു എല്ലാം നടപ്പാക്കി പൂർണ്ണമായിട്ടെന്ന്. ആ സഹോദരിക്ക് മനസ്സിലാകുന്നുണ്ടോ വല്ല കാര്യം? ഞാനൊരു കണക്ക് പറയാം. ഈ 1600 രൂപ പെൻഷനായിരുന്നു 5 വർഷം മുമ്പ് നിലവിലുണ്ടായിരുന്നത്. ആ 1500 രൂപ 2500 രൂപയാക്കുമെന്ന് പറഞ്ഞിരുന്നു. ആ 2500 രൂപ ആക്കെന്ന് പറഞ്ഞത് 4.5 വർഷം കഴിഞ്ഞ് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന്റെ തലേ മാസത്തിൽ 2000 രൂപയാക്കി. അതായത് 400 രൂപയുടെ വർധന. 900 രൂപയുടെ വർധന പറഞ്ഞത് 400 രൂപയുടെ. ഇതും ഇവിടുത്തെ സഖാക്കളും ഇവിടുത്തെ സോഷ്യൽ മീഡിയയും നാളെ മുതൽ 2500 എന്ന് ഭയങ്കര പരസ്യമായിരുന്നു. പക്ഷേ 10 പൈസ കൂട്ടിയിട്ടില്ലെന്നുള്ളതാണ് സത്യം. അതുപോലെ തന്നെ മന്ത്രി നിയമസഭയിൽ. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.